പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ടൈമിലാണ്. അതിൽ ബേസിക്കലി 24 തീർത്ഥങ്കരന്മാരുണ്ട്. 24 തീർത്ഥങ്കരാസ് അല്ലെങ്കിൽ അവരെ നമുക്ക് ലിബറേറ്റഡ് സോൾസ് എന്ന് പറയാം. അവർ ട്രൂത്ത് പ്രീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വൺ ആഫ്റ്റർ വൺ ആയിട്ട് ദേ പ്രീച്ചേഴ്സ് ദി ട്രൂത്ത് ആണ്. 24th തീർത്ഥങ്കരയാണ് വർദ്ധമാന മഹാവീര്യ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ജൈനിസം വേദിക് അതോറിറ്റീനെ റിജക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഓർത്തഡോക്സും ഹെറ്ററോഡോക്സും. ഓർത്തഡോക്സ് എന്ന് വെച്ചാൽ വേദിക് അതോറിറ്റീനെ സ്വീകരിക്കുന്നവർ, ഹെറ്ററോഡോക്സ് എന്ന് വെച്ചാൽ വേദിക് അതോറിറ്റീനെ റിജക്റ്റ് ചെയ്യുന്നവർ. ഈ വേദിക് അതോറിറ്റീനെ റിജക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ് ജൈനക്കാർ. ദേ റിജക്ട്സ് ദ ഐഡിയ ഓഫ് വേദിക് സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇവർ സുപ്രീം പവർ ഗോഡാന്ന് വിശ്വസിക്കുന്നില്ല. ഇവർ വിശ്വസിക്കുന്നത് ലിബറേഷനിലാണ്. അവരുടെ മെയിൻ ഐഡിയ ഓഫ് ജൈനിസം എന്ന് പറയുന്നത് ലിബറേഷനാണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 3 തരത്തിലുള്ള നോളജ് ഉണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതായത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, വെർബൽ ടെസ്റ്റിമോണി, അങ്ങനെ 3 തരത്തിലുള്ള നോളജ് ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവരുടെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, ഇവർ എൻ്റയർ യൂണിവേഴ്സിനെ ഇവർ ജൈവവും അജൈവവും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഇതിൽ ജൈവം ഇൻഫൈനൈറ്റ് നമ്പറാണുള്ളത്. ഈ ജൈവം എന്ന് പറയുന്നത് കേപ്പബിൾ ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. അതായത് ജൈവത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയാച്ച, ഒരു ഇരുട്ടുമുറിയിൽ നമ്മളൊരു ലാമ്പ് കത്തിച്ചു വെക്കുമ്പോൾ ആ ലാമ്പ് ആ ഇരുട്ടുമുറിനെ എങ്ങനെ പ്രകാശപൂരിതമാക്കുന്നു അതുപോലെ പ്രകാശപൂരിതമാക്കുന്ന ഒന്നാണ് ജൈവം എന്ന് പറയുന്നത്. ഈ അജൈവം എന്ന് പറയുന്നതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാല, ടൈം, ആകാശ, സ്പേസ്, പുദ്ഗള, മാറ്റർ, ധർമ്മ, അധർമ്മ, അങ്ങനെ നമ്മൾ അജൈവത്തിനെ 5 ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പറാണ്, കേപ്പബിൾ ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ആണ്. അജൈവത്തിനെ നമ്മൾ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാല, ആകാശ, പുദ്ഗള, ധർമ്മ, അധർമ്മ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്താണ്, ഇതിൻ്റെ മെറ്റാഫിസിക്സ്. മെറ്റാഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് ദ നമ്മൾ ജൈനിസത്തിൻ്റെ മെറ്റാഫിസിക്സ് നോക്കുക. അത് മൾട്ടിപ്ലിസിറ്റി ഓഫ് റിയാലിറ്റി ആണ്. അതായത് ജൈനിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ നോളജ് നെസസറിലി റിലേറ്റീവും ലിമിറ്റഡും ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എപ്പിസ്റ്റമോളജി നോക്കുകയെന്ന് വിചാരിക്കുക. എപ്പിസ്റ്റമോളജി എന്താണ്? നോളജ് ഓഫ് റിയാലിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ നോളജ് ഓഫ് റിയാലിറ്റി എന്താണ്? സ്യാദവാദ. അതാണ് ഇതിൻ്റെ നോളജ് ഓഫ് റിയാലിറ്റി. അപ്പോൾ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് സ്യാദവാദയാണ്. സ്യാദവാദ എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ആനയുടെ കഥ. അതായത് പലരും പല വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ പലതരത്തിലുള്ള കൺക്ലൂഷനിലാണ് എത്തുക. ആ കൺക്ലൂഷനൊന്നും ബന്ധം ഉണ്ടാവില്ല. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ആനയുടെ കഥ പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ബ്ലൈൻഡ് പീപ്പിൾ ആനയുടെ പല ഭാഗങ്ങളിൽ തൊട്ടിട്ട് ആനയുടെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത് പരസ്പര ബന്ധം, യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരു ബന്ധമില്ലാത്ത തരത്തിലാണ് ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ സ്യാദവാദ എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഭൂമിനെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സിൽ നിന്ന് നോക്കി കാണുമ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് കൺക്ലൂഷൻസ് കിട്ടും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി ഈസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ ജൈനിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നേ ഉള്ളൂ, അത് പെർമനൻ്റ് ആണ്, അത് റിയൽ ആണ്. അതേസമയം അതായത് ബ്രാഹ്മണീസാണ് അത് പറയണത്, നമുക്ക് ഒന്നേ ഉള്ളൂ, പെർമനൻ്റ് ആണ്, വണ്ണാണ്, പെർമനൻ്റ് ആണ്, റിയൽ ആണ്. ബുദ്ധിസം പറയുന്നത് മെനി ആണ്, ചേഞ്ചിങ് ആണ്, അൺറിയൽ ആണ്. നമ്മുടെ ജൈനിസം പറയുന്നത് എന്താണ്? ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണുള്ളത്. അതിനെയാണ് നമ്മൾ അനേകാന്തവാദ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ബുദ്ധിസം നമ്മളെ ബോണ്ടേജിൻ്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് 3 രത്നാസ്. അത് നമ്മൾ KFC എന്നുള്ളൊരു ഷോർട്ട് ഫോം പഠിച്ചു വയ്ക്കുക. KFC, റൈറ്റ് ഓഫ് നോളജ്, റൈറ്റ് ഓഫ് ഫെയ്ത്ത്, റൈറ്റ് ഓഫ് കണ്ടക്ട്. ആ KFC ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ജൈനത്തിൻ്റെ 5 ഡിസിപ്ലിൻസ് ആണ് അവർ പറയുന്നത്. അതായത് പഞ്ചശിലകളുണ്ട്. അപ്പോൾ പഞ്ചശിലകൾ ബേസ്ഡ് ഓൺ 5 വോസ് ആണ്. ഒന്ന്, നമ്മൾ മറ്റുള്ള ജീവവർഗങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അതാണ് അഹിംസ. പിന്നെ പറയുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്റ്റീൽ ചെയ്യാൻ പാടില്ല, അതാണ് സത്യ. പിന്നെ പറയുന്നത് നമ്മൾ നുണ പറയാൻ പാടില്ല, അതാണ് സത്യ. പിന്നെ പറയുന്നത് നമ്മൾ സ്റ്റീൽ ചെയ്യാൻ പാടില്ല, അതാണ് അസത്യ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു സെലിബസി ലൈഫ് വേണം ലീഡ് ചെയ്യാൻ, അത് ബ്രഹ്മചര്യ. പിന്നെ ഉള്ളത് നമ്മൾ ഗിഫ്റ്റോ അങ്ങനത്തെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല, അത് അപരിഗ്രഹ. അങ്ങനെ 5 ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ പഞ്ചശീലയാണ് ഉള്ളത്. ഏതൊക്കെയാണ് അത് വരുന്നത്? ഒന്ന് അഹിംസ, സത്യ, അസത്യ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. അതിൽ അഹിംസ എന്ന് വെച്ചാൽ
പ്രാണിവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സത്യ, പിന്നെ സ്റ്റീൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അസത്യ, സെലിബസി ചെയ്യണം എന്നുള്ളത് ബ്രഹ്മചര്യ, അതുപോലെ ഗിഫ്റ്റ് മേടിക്കാൻ പാടില്ല എന്നുള്ളത് അപരിഗ്രഹ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈനൽ എയിം ഓഫ് ജൈനിസം ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ്, ഓൾറൗണ്ട് ഡെവലപ്മെന്റ് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൈനിസം ഒരിക്കലും ഗോഡിൽ ബിലീവ് ചെയ്യില്ല. ജൈനന്മാരെ സംബന്ധിച്ചിടത്തോളം കർമ്മയാണ് ഗോഡ്.